സീരീസ് 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈസി ലെവൽ ഇങ്ങനെ കൂടി ടഫായി വരും. ഓക്കെ, എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കമൻറ്റ്, ഇതെല്ലാവരും കമൻറ്റ് ചെയ്യണം പ്ലീസ്. ഐ എം റിക്വസ്റ്റിംഗ് യു കമൻറ്റ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ചെയ്യും. ഓക്കെ, എന്താണ് ഇതിൽ വരുന്നത്? NC3 is equal to NC3 is equal to NC7. ഇപ്പം നിങ്ങൾ പറയാം n എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ n എന്താണ്? ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാറ് NC2 ആണ്. പക്ഷേ ആദ്യം n എന്താണെന്ന് കണ്ടുപിടിക്കുക. NC3 is equal to NC7. ഇത് എപ്പോഴാണ് മക്കൾ ഈ കണ്ടീഷൻ വരെ? NCA is equal to NCB. ഒന്ന് ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആകട്ടെ. is equal to NCB. രണ്ട് കണ്ടീഷൻ ആണെങ്കിൽ A is equal to B. അത് മണ്ടത്തരാണ്. അത് വേണ്ട. n is equal to താഴെ കാണുന്ന നമ്പേഴ്സ് ആഡ് ചെയ്താൽ n കിട്ടണം. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ കണ്ടീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ ക്വസ്റ്റ്യൻ ഇതുവരെ ഫേവറേറ്റ് സാറാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. മക്കളെ, ഈ രണ്ട് നമ്പറുണ്ട് എയും ബിയും. ഇതാ ഈ രണ്ട് നമ്പർ, ഇവർ രണ്ടാളെ ആഡ് ചെയ്ത് n കിട്ടണം. അപ്പോൾ n എന്താണ്? n എന്ന് പറയുമ്പോൾ 3 + 7 n is equal to 10. n 10 ആണ്. അത് സിമ്പിളായിട്ട് കിട്ടി. ഇനി അത് വെച്ചിട്ട് NC2 കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം NC2 എന്ന് പറഞ്ഞാൽ 10C2 ആണ്. 10C2 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉള്ളവർ കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കാം. അല്ലാണ്ട് എൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്. 10C2 എന്ന് പറഞ്ഞാൽ 10ൻ്റെ അവിടുന്ന് ലാസ്റ്റ് 2 നമ്പേഴ്സ് വിച്ച് ഈസ് 10 into 9 divided by first 2 numbers അഥവാ 2 factorial divided by 1 into 2. ഓക്കെ, അപ്പോൾ എന്താ ആൻസർ കിട്ടുക? എനിക്കിവിടെ 10 into 9 90 divided by 2 45. ആൻസർ 45 കിട്ടി. വളരെ വളരെ സിമ്പിൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി, 1 മാർക്ക്. ഇതൊക്കെ പെട്ടെന്ന് കിട്ടണം. ഇത് എന്താണെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി കോഡ്സ്? മക്കളെ, കോഡുകൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഉള്ളിലൂടെ വരാം. ഓക്കെ, ഹൗ മെനി ക്യാൻ ബി ഡ്രോൺ ത്രൂ 21 പോയിന്റ്സ് ആണ് സർക്കിൾ. അപ്പോൾ 21 പോയിന്റ്സ് ആയിട്ട് എത്ര കോഡ്സ് വരയ്ക്കാൻ പറ്റും? അപ്പോൾ ഇതിനൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല ഉണ്ട്. നമ്മുടെ ഈ സർക്കിളിലെ കോഡ്സ് ആൻഡ് അതേപോലെ തന്നെ ഹാൻഡ് ഷേക്സ്. ഓക്കെ, ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഹാളിൽ കുറേ ആൾക്കാരുണ്ട്. അവർ തമ്മിൽ എത്ര ഹാൻഡ് ഷേക്സ് ആണ്? രണ്ടിനും സെയിം ഫോർമുല. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ NC2. n എന്ന് പറഞ്ഞ നമ്പർ അവർ തരുന്നത്. C2 വരാൻ കാരണം കോഡ് വരയ്ക്കാൻ വേണ്ടി 2 പോയിന്റ് വേണം, അല്ലെങ്കിൽ ഹാൻഡ് ഷേക്കിന് വേണ്ടി 2 ആൾക്കാർ വേണം. NC2 ആണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ 21 തന്നു. സോ നമുക്ക് ആൻസർ എന്ത് എഴുതാം? 21C2. അപ്പോൾ 21C2 എന്ന് പറഞ്ഞാൽ 21ൻ്റെ ലാസ്റ്റ് 2 നമ്പേഴ്സ് 20 and 21 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1 into 2. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. 2ഉം 20യും കട്ട് ചെയ്യാം. 1 21 into 10 210. 210 കോഡുകളുണ്ട്. അപ്പോൾ 21 ആൾക്കാരുണ്ട്, 210 ഹാൻഡ് ഷേക്കും. സെയിം ആൻസർ. ഓക്കെ, അപ്പോൾ ട്രിക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ടെറിട്ടറിയിലേക്ക് കിടക്കുന്നു. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ്? ആദ്യത്തെ 5 ഡിജിറ്റ്സ് ഉണ്ട്. 1 2 3 4 5 ഉണ്ട്. റെപ്പിറ്റേഷൻ ഇസ് അലൗഡ്, റെപ്പിറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. രണ്ടും ചെയ്യണം. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കാം, ഇവിടെ ലോജിക്ക് ഉപയോഗിക്കാം. രണ്ട് ലോജിക്കലി ഞാൻ ആൻസർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ട എന്താണ്? ഒരു പെട്ടി വരയ്ക്കാം. ഓക്കെ, 4 ഡിജിറ്റ് നമ്പറിൽ കുറച്ചുകൂടി വലുതാണ്. ഓക്കെ, 4 ഡിജിറ്റ് പെട്ടി. ഓക്കെ, നമുക്ക് 5 നമ്പർ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാധ്യതകൾ? ഞാൻ ഈ സാധനം കോപ്പി ചെയ്യട്ടെ. ഞാൻ ഇവിടെ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യണം. ഓക്കെ, 5 നമ്പർ ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ഇസ് അലൗഡ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്കിവിടെ 5 നമ്പറിൽ ഏത് 5 നമ്പർ ഇടാം? ഇവിടെ എനിക്ക് 5 നമ്പറിൽ ഏത് നമ്പർ ഇടാം? ഒരെണ്ണം ഒരു കുറേതിൻ്റെ കാരണം റെപ്പിറ്റേഷൻ ഇസ് അലൗഡ്. ഇവിടെ 5 നമ്പറിൽ ഏത് ഇടാം? 5 നമ്പറിൽ ഏത് ഇടാം? ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ് ഒബ്വിയസ്ലി. സോ ദി ആൻസർ ഇസ് 5^4. 5^4 എന്ന് പറയുമ്പോൾ 25 സ്ക്വയർ ആണ്. 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1025 ആണെന്ന് എൻ്റെ വിശ്വാസം അല്ലേ. 20 സ്ക്വയർ 400 ആണെങ്കിൽ അല്ലല്ല 625 അല്ലേ. 5 into 5 25. 5 into 5 25. 25 into 25 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 625 ആണ്. ഓക്കെ, 125 625 കറക്റ്റാണ്. 625. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ റെപ്പിറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. അങ്ങനെ പറഞ്ഞാൽ ഒരു നമ്പർ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അടുത്ത പ്രാവശ്യം നമ്പർ ഉപയോഗിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഞാനവിടെ 5 ഉപയോഗിച്ചാൽ എനിക്ക് 5 ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. 3 1 ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനുള്ള. അപ്പോൾ എന്താണ്? ഇവിടെ വേറെ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വരാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ നമുക്ക് 5 ഓപ്ഷൻ ഉണ്ട്. 5ൽ ഏത് ഇടാം? ഇനി ഒരു നമ്പർ ഇവിടെ ഇട്ടല്ലോ. ഓക്കെ, അതുകൊണ്ട് ആ നമ്പർ ക്യാൻസൽ ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 1 ഉപയോഗിച്ചു, ഇനി ഇവിടെ 1 ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യാൻസൽ ആയി. സോ ബിക്കംസ് 4. അവിടെ നമ്പർ ഉപയോഗിച്ചു 3, അവിടെ നമ്പർ ഉപയോഗിച്ചു 2. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? 5 into 4 into 3 into 2. എന്താണ് ആൻസർ വരിക? ദ ആൻസർ ബിക്കംസ് നമുക്കിവിടെ 5 into 2 10, 10 into 12 120. ആൻസർ എന്താ വരിക? 120. ഇത്രയുള്ള സംഭവം. ഇനി ഇവിടെ ഈ ബി പാർട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 5p4 ചെയ്താലും മതി കേട്ടോ. 5 നമ്പർ ഉണ്ട്, 4 എണ്ണം എടുക്കുക, അറേഞ്ച് ചെയ്യുക. 5p4 എന്ന് പറയുമ്പോൾ 5 factorial divided by 5 minus 4 the whole factorial, which is 5 factorial by 1 factorial. Answer is 120.
സെയിം സംഭവം കിട്ടും കേട്ടോ. രണ്ട് സെയിം ലോജിക്കാണ്. നമ്മളിവിടെ ലോജിക്കലി ആൻസർ ചെയ്തു, ഇത് പെർമ്യൂട്ടേഷൻ ഫോർമുല ഉപയോഗിച്ച് ആൻസർ ചെയ്തു. ഇതിന് ഫോർമുല എന്താണെന്ന് വെച്ചാൽ n⁻⁴ ആണ്. ഓക്കെ, 5⁴ പ്രാവശ്യമാണ് ആൻസർ വരിക. അത് ലോജിക്കലി ആലോചിച്ചാൽ മതി, എപ്പോഴും സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, ഇഫ് 20C12 is equal to 20CR, then one of the possible values of R. മക്കളെ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റൻ ആണ്. 20C12 is equal to 20C12 തന്നെ വരാം, അത് ഓബ്വിയസ് ആണ്. പക്ഷേ 20CR അത് ഏതാണ്? നമുക്കിവിടെ ഓപ്ഷനിൽ 12 ഇല്ല, അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ 12 ഇല്ല, അപ്പോൾ അതല്ല 20C12. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, താഴത്തെ നമ്പർ 12ഉം 6ഉം ആഡ് ചെയ്താൽ 12 + R is equal to 20. അപ്പോൾ R എന്താണ്? R is 8. R എന്ന് പറഞ്ഞാൽ 8, അപ്പോൾ 8 കിട്ടി. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷൻ ഇടുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇഷ്ടമുള്ളൊരു ക്വസ്റ്റൻ ആണത്, അപ്പോൾ ഒരിക്കലും അത് മറക്കരുത്. ഓക്കെ, എ ബാഗ് കണ്ടെയ്ൻസ് 7 റെഡ് ബോൾസ് ആൻഡ് നമുക്കൊരു പെട്ടി വരയ്ക്കാം. ഓക്കെ, നമുക്ക് 7 റെഡ് ബോൾസും എന്താണ് 5 വൈറ്റ് ബോൾസും ഉണ്ട്. ഇങ്ങനെ ഒന്ന് വരച്ചോ. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് 3 റെഡ് ബോൾസ് ആൻഡ് 2 വൈറ്റ് ബോൾസ്. എനിക്ക് വേണ്ടത് എന്താണ്? ഇതിൽ നിന്ന് ഞാൻ 3 റെഡ് ബോൾസ് എടുക്കുന്നു ആൻഡ് 2 വൈറ്റ് ബോൾസ് എടുക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ. ഈ ഡയഗ്രത്തെ പോലെ തന്നെ ആൻസർ എഴുതി വെക്കുക. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എന്താണ്? ഇതാണ്. അപ്പോൾ 7 റെഡ് ഉണ്ട്, അതിൽ നിന്ന് 3 റെഡ് എടുക്കണം. ഓക്കെ, 7C3. ഓക്കെ, 7C3. 7ൽ നിന്ന് 3 എടുക്കുന്നു. ഐഡന്റിക്കൽ ബോൾസ് ആണ്, ഡിഫറെൻറ്റ് കളറോ ഡിഫറെൻറ്റ് എന്താണ് ഷേപ്പോ സൈസോ അങ്ങനെ. അപ്പോൾ നമുക്ക് ആ 3 ബോൾ ഐഡന്റിക്കൽ, അപ്പോൾ P ഉപയോഗിക്കില്ല, കോമ്പിനേഷൻ ഉപയോഗിക്കുക. ഓർഡർ ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 5ൽ നിന്ന് 2 ചൂസ് ചെയ്യുക, വിച്ച് ഇസ് 5C2. ഓക്കെ, ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാമെന്നല്ല പറഞ്ഞാൽ അവരങ്ങ് എടുക്കാൻ പറഞ്ഞു. സോ മൾട്ടിപ്ലിക്കേഷൻ നടക്കൽ വരും. ഓക്കെ, സെപ്പറേറ്റ് ടാസ്കുകളല്ല. 7C3 ബിക്കം 7C3 7 × 6 × 5 ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവൈഡ് ബൈ 1 × 2 × 3. അതേപോലെ 5C2 എന്ന് പറഞ്ഞാൽ 5 × 4 ഡിവൈഡഡ് ബൈ 1 × 2. ഇവിടെ നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 2ഉം 3ഉം കട്ട് ചെയ്താൽ 6 പോയി. 2 × 3 കട്ട് ചെയ്താൽ 6. ഇനി ഈ 2ഉം 4ഉം കട്ട് ചെയ്താൽ 2 പോയി. അപ്പോൾ ഇവിടെ നോക്കിയേ, 7 × 5 35. ഓക്കെ, 35 ഇൻറ്റു കാണാൻ പറ്റുന്നുണ്ടോ? സോറി, 5 × 2 10ഉം ഇവിടെ 35. വേറെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ആൻസർ എന്താണ്? 35 × 10. ദ ആൻസർ ഇസ് 350. 350 ആണ് ഫൈനൽ ആൻസർ വരിക. ഓക്കെ, ഇത്രയുള്ള സംഭവം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 മാർക്ക് 2 മിനിറ്റ്സിൽ തീർത്തു. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് 8 letter arrangements. Word arrangement is very important. Daughter, assassination, independence, Mississippi, Ahmedabad, അങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴും വരാറുണ്ട് കേട്ടോ. Can be made with the letters of daughter. Daughter 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, 8 letters ഉണ്ട്, 8 ഉപയോഗിക്കണം. All vowels occur together. All vowels do not occur together. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കുന്നു. വവൽസ് ഒരുമിച്ച് അല്ലാണ്ട്. ഇത്രയുള്ള സംഭവം മക്കളെ. എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഈ ഡോട്ടറിൽ? 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, ഇത് വളരെ സിമ്പിൾ വാക്കാണ്. ലെറ്റർ റിപ്പീറ്റ് ആവുന്നത് കേട്ടോ. DAUGHTER. എത്ര ലെറ്റർ ഉണ്ട്? 8 ലെറ്റേഴ്സ് ഉണ്ട്. സോ 8 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എന്താ? ഇവിടെ റിപ്പീറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 8 ഫാക്ടോറിയൽ. ഓക്കെ, 40,320 ആണെന്ന് എൻ്റെ വിശ്വാസം. ഓക്കെ, അത് 8 ഫാക്ടോറിയൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ അങ്ങ് ചെയ്യാം. ഓൾ വവൽസ് ഒക്കർ ടുഗെദർ, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഓൾ വവൽസ് ഒക്കർ ടുഗെദർ. വവൽസ് ടുഗെദർ. നമ്മളിതൊരു വവൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, വവൽസ് ഏതൊക്കെയാണ്? DAUGHTR എന്തൊക്കെയാണ് വവൽസ്? AEIOU. AEIOU നോക്കിയാൽ എ ഉണ്ട്, ഞാൻ അവിടെ ഒന്നുകൂടി വൃത്തിക്ക് ചെറുതായിട്ട് തരാം. എ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട്. ഓക്കെ, AUE ആണ് വവൽസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വവൽ ലെറ്റേഴ്സിനെ AUE ഓക്കെ എടുക്കുന്നു. ബാക്കിയുള്ള ലെറ്റേഴ്സ് DHDGHTR. ഓക്കെ, ഇപ്പോൾ നോക്കി ഇവരിങ്ങനെ കിട്ടി. വവൽസിനെ ഒരുമിച്ച് എഴുതണം. AUE എപ്പോഴും ഒരുമിച്ചാണ്. DHTR. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വവൽസിനെല്ലാം ഒരു ലെറ്റർ ആയിട്ടും കരുതുക. ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചാൽ വവൽസിന് ഒരു ലെറ്റർ, ആ വവൽസ് എല്ലാവരും കൂടെ ഒരു ലെറ്റർ. അപ്പോൾ ലോക്കൻറ്റ് മെത്തേഡ് എന്നൊക്കെ പറയും. ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി കെട്ടി വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവരവിടെ. ഇനി ഇപ്പം എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഈ വേർഡിൽ? ഈ വേർഡിൽ ഇപ്പം ഇവനൊരു ലെറ്ററാണ്. അപ്പം 1, 2, 3, 4, 5, 6. എത്രയാ? 6 ലെറ്റേഴ്സ്. ടോട്ടൽ 6 ലെറ്റേഴ്സ്. ഓക്കെ, 6 ആണ്. അപ്പോൾ 6 ലെറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ 6 ആൽഫബറ്റ്സിൽ 6 ലെറ്റേഴ്സ്. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന കാൽക്കുലേഷൻ നോക്കുക, സൂക്ഷിച്ച് നോക്കിക്കോട്ടോ. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവരുടെ 6 ലെറ്റർ. ഓക്കെ, സോറി, ആദ്യം വേർഡ് മൊത്തമായിട്ട് ഞാൻ തിന്നു. വേർഡ് മൊത്തമായാണ് ഞാൻ തിന്നു 6 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പം 6 ഫാക്ടോറിയൽ. ഓക്കെ, 6 ഫാക്ടോറിയൽ എഴുതി. ഇനി ഇവിടെ AUE വവൽസ് ഒരുമിച്ചാണ്. നമുക്ക് വവൽസ് AUE എപ്പോഴും ഒരുമിച്ചാണ്. ഈ AUE എന്നുള്ളത് AUE എന്ന് എപ്പോഴും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പം AUE ആവാം,
EU ആവും, ഇങ്ങനെ ആവാം, EAU ആവാം, EUA ഇങ്ങനെയൊക്കെ ആവാം, അല്ലെ കുറേ കോമ്പിനേഷൻ. അത് ഈ 3 ലെറ്റേഴ്സ് ഒരുമിച്ചായാൽ മതി. പക്ഷെ നമുക്ക് ഓർഡർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവന്മാർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ട്. അപ്പോൾ എന്താ, ഇൻറ്റു വേറെന്താണ്, ഒരു 3 ഫാക്ടോറിയൽ, 3 ലെറ്റേഴ്സും ഡിഫറൻറ്റ്, സോ 3 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വവൽസ് ടുഗെദർ എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ വേണം നിങ്ങൾക്ക് കളർ കോഡ് തരാം. ഇതാണ് 3 ഫാക്ടോറിയൽ വരാൻ കാരണം, ഇതാണ് ഇത് കിട്ടാൻ കാരണം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ കാൽക്കുലേറ്ററും കൂടി ഉപയോഗിക്കാം. നിങ്ങൾക്കും കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ആൻസർ എഴുതാം, കാരണം ഇത് ആവശ്യമുണ്ട് അടുത്തേക്ക്. ഓക്കെ, സോ ഇതാണ് വവൽസ് ടുഗെദർ കിട്ടുക. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാകും, സാർ വവൽസ് അല്ലാണ്ട് 5 ലെറ്റേഴ്സ് ആണല്ലോ, അപ്പോൾ സാർ നേരെ 6 ലെറ്റേഴ്സ് എടുത്തത്. ഇവർ 5 ലെറ്റേഴ്സും ഇതൊരു ലെറ്ററും ആണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ കാൽക്കുലേറ്റർ എടുക്കട്ടെ, സയൻറ്റിഫിക് ആക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാമോ, 6 ഫാക്ടോറിയൽ വിച്ച് ഇസ് 720 ഇൻറ്റു 3 ഫാക്ടോറിയൽ വിച്ച് ഇസ് 6. അപ്പോൾ ആൻസർ എത്ര, 4320. 4320. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടുത്തെ 8 ഫാക്ടോറിയൽ, നേരത്തെ ക്വസ്റ്റൻ 8 ഫാക്ടോറിയൽ 40,320. 40,320. ഓക്കെ, ഇനി വവൽസ് ടുഗെദർ കിട്ടി. വവൽസ് നോട്ട് ടുഗെദർ കണ്ടുപിടിക്കണം. വവൽസ് നോട്ട് ടുഗെദർ ഭയങ്കര രസം കേട്ടോ. വവൽസ് ഓക്കെ, നോട്ട് ടുഗെദർ, നോട്ട്, ഞാൻ ഇവിടെ ക്യാപിറ്റൽ ചെയ്ത് നോട്ട് ടുഗെദർ. വവൽസ് ഒരുമിച്ചല്ലാത്തത് വളരെ രസമാണ്, ഭയങ്കര സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. സോ ഇത് നോക്കിയേ, ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സിനെ നമ്മൾ 2ആയിട്ട് വീതിക്കുക. ഓക്കെ, ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് വവൽസ് ടുഗെദർ എടുക്കാം, വവൽസ് നോട്ട് ടുഗെദർ, ഇത്രയുള്ള സംഭവം. അപ്പോൾ വവൽസ് ടോട്ടൽ എത്രയാണ്, 40,320. ഓക്കെ, 40,320, ഇവിടെ 4,320. അപ്പോൾ ഇവിടെ എന്താണ് വരിക, വവൽസ് നോട്ട് ടുഗെദർ എന്ന് പറയുമ്പോൾ ടോട്ടലിൽ അത് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ മൈനസ് വവൽസ് ടുഗെദർ വിച്ച് ഈസ് 40,320 മൈനസ് 4,320. 320 ക്യാൻസൽ ആയി പോകും. 40,000 4,000 ക്യാൻസൽ ആകുമ്പോൾ 36,000 വരും. ഓക്കെ, ആൻസർ ഇസ് 36,000. 36,000 വവൽസ് ഒരുമിച്ചല്ല. 40,320 4,320 വവൽസ് ടുഗെദർ, 40,36,000 വവൽസ് നോട്ട് ടുഗെദർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഇത് റെപ്പിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളാണ് കേട്ടോ. വവൽ ലെറ്റേഴ്സിൻ്റെ അതും വരുന്നുണ്ട്, ആ റെപ്പിറ്റേഷനുള്ള ടൈപ്പ് വേർഡ്സും വരുന്നുണ്ട്. നോക്കാം, ഇവാലുവേറ്റ് 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. വളരെ സിമ്പിൾ, എഴുതിക്കോ മക്കളെ. 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. ഇത് ലോജിക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയാറുണ്ട് കേട്ടോ, ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ. 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7 നമ്പർ ഉണ്ട്, അപ്പോൾ 5 ഉണ്ട്. ഓക്കെ, 5 ഫാക്ടോറിയൽ കഴിഞ്ഞിട്ട് 6ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ. അപ്പോൾ ആദ്യത്തെ 7 നമ്പർ എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ഇൻറ്റു 6 ഇൻറ്റു 7. 5 ഫാക്ടോറിയൽ മേലെയും താഴെയുണ്ട്, സോ കട്ട് ചെയ്യുക. 6 ഇൻറ്റു 7 ഇസ് 42. കാൽക്കുലേറ്റർ വെച്ച് വേണം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടും. ഇത് അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുക. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ഡിജിറ്റ്സ് ഫ്രം 1 to 9 ഇഫ് റിപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ് ഇസ് നോട്ട് അലൗഡ്. ഇത് നിങ്ങൾ ചെയ്യാം, ഇത് ഹോംവർക്ക്. ഓക്കെ, ഇത് ഹോംവർക്ക് നമ്മൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ ഹോംവർക്ക് എന്താണ് ചെയ്യേണ്ടത്, കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്യാം. കറക്റ്റ് ആൻസറിനെ ഞാൻ ലൈക്ക് ചെയ്യുന്നതായിരിക്കും, ഹാർട്ട് ഇടുന്നതായിരിക്കും എക്സാമിനറിൻ്റെ ചാനൽ. ഓക്കെ, 17C17 മക്കളെ 17 ആൾക്കാരെ മുൻപിലുണ്ട്, 17 ആൾക്കാരെ സെലക്ട് ചെയ്യണം. സോ ആൻസർ ഇസ് 1. ഒരു രീതിയിലേ പറ്റുള്ളൂ. ഒന്ന് നോട്ട് ചെയ്തതൊക്കെ, NCN ഇസ് ഈക്വൽ ടു NC0 ഇസ് ഈക്വൽ ടു 1. NCN ഇസ് ഈക്വൽ ടു NC0 ഇസ് ഈക്വൽ ടു 1. അതേപോലെ വേറെ സംഭവം പറയാം, NPN. ഓക്കെ, NPN. ഓക്കെ, NPN 10 ആൾക്കാർ മുൻപിലുണ്ട്, 10 ആൾക്കാരെ എടുക്കുക, അവരെ അറേഞ്ച് ചെയ്യുക. സോ ദി ആൻസർ ഇസ് N ഫാക്ടോറിയൽ. കുറേ ആൾക്കാർ തെറ്റും, 1 എന്ന് എഴുതുക, അല്ലെ N എന്ന് എഴുതും, N ഫാക്ടോറിയല്ല. NCNും NPNും വേറെ വേറെ ആൾക്കാരാണ് കേട്ടോ. ഓക്കെ, ഇത് നോട്ട് ചെയ്തത് എക്സ്ട്രാ ട്രിക്കിന് പോലെ നോട്ട് ചെയ്ത് വെച്ചാൽ. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഫസ്റ്റ് തന്നെ ഞാൻ ആൻസർ പറഞ്ഞാൽ, എക്സിന് താഴെ ചെയ്ത നമ്പർ അതിൻ്റെ സ്ക്വയറാണ്. 10ൻ്റെ സ്ക്വയർ എന്താ 100, എക്സ് എന്ന് പറഞ്ഞാൽ 100. ഓക്കെ, എങ്ങനെ കിട്ടാന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ബാച്ചിലും ക്രാഷ് ബാച്ചിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറേ അങ്ങനത്തെ 6 ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനത്തെ കാണിച്ചിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് അത്ര കോൺഫിഡൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നോക്കി എങ്ങനെ വന്നു നോക്കാം. 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. LCM മക്കളെ, ഇവിടെ 8 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ എല്ലാ നമ്പേഴ്സും ഉണ്ട്, ഇവിടെ 9 വരെയുള്ളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 9 ഫാക്ടോറിയൽ എങ്ങനെയാക്കുക, നമ്മൾ ഇൻറ്റു 9 ചെയ്യുക, താഴെയും മേലെയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, താഴെയും മേലെയും 9 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആൻസർ ബിക്കംസ് 9 + 1, താഴെ സെയിം ആയിട്ട് 9 ഫാക്ടോറിയൽ. ഓക്കെ, ഇത് 9 ഫാക്ടോറിയൽ, ഇത് 9 ഫാക്ടോറിയൽ കോമൺ ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. ഇനി നമുക്ക് 9 + 10 1 എന്ന് പറയുമ്പോൾ 10/9 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. നമുക്ക് എന്ത് ചെയ്യാം, എക്സിനെ അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാ ഒരു സൈഡിലേക്ക് വെക്കാം, ഇവനെ ഇങ്ങോട്ടേക്ക് കളയാം. അപ്പോൾ എന്താണ് എനിക്ക് കിട്ടുക, 10 ഫാക്ടോറിയൽ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ. ഇനി മക്കൾ നിങ്ങൾക്കറിയാം 10 ഫാക്ടോറിയൽ നിന്ന് ഇവിടെ എക്സ് ഉണ്ട് ഒബ്വിയസ്ലി.
ഈ ഇവിടെ നോക്കിയേ, ഈ 10 ഫാക്ടോറിയൽ നിന്ന് 9 ഫാക്ടോറിയൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് 9 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു 10 ബാക്കി വരും. ഓക്കെ, സോ ദി ആൻസർ ഇസ് 10 × 10 ആണ് എക്സ് ഇസ് ഈക്വൽ ടു 10 സ്ക്വയർ വിച്ച് ഇസ് 100. കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ആൻസർ. ഓക്കെ, ട്രിക്ക് എന്താണ്? ഇവൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇങ്ങനത്തെ ടൈപ്പ് സെയിം പാറ്റേൺ ആണ് 10ൻ്റെ സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. ഓക്കെ, കമ്മിറ്റി അല്ലെങ്കിൽ ടീം ഫോർമേഷൻ. ഓക്കെ, അതും ബാച്ചിലുള്ളവർ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് ട്രിക്സ് ഞാൻ പറയുന്നുണ്ട്, അത് പോയി കാണാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ കമ്മിറ്റി ഓഫ് 3 persons, അപ്പോൾ ടോട്ടൽ തന്നിട്ടുണ്ട്, ടോട്ടൽ 3 persons ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻ ബി ഫോം ഫ്രം 2 men and 3 women. ഇവിടെ കണ്ടീഷൻ ഇല്ല, ഒരു മാൻ 2 women ഉണ്ടാവണം, മോർ ഗേൾസ് ഉണ്ടാവണം, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താ പറയുന്നത്? നമുക്ക് വേണ്ട 3 people ആണ് വേണ്ടത്. നമ്മുടെ കയ്യിൽ 2 men ഉണ്ട്. ഓക്കെ, നമ്മൾ 2 men ഉണ്ട്, 3 women ഉണ്ട്. ഓക്കെ, സി അതിൽ നിന്ന് എത്ര മെന്നിനെയോ എത്ര വിമനെയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളോട് ഒരിക്കലും ഈ ക്വസ്റ്റ്യന് പറഞ്ഞിട്ടില്ല, ഒരു മാനിനെ എടുക്കണം, 2 വിമൻ എടുക്കണം, മെൻ ഉണ്ടാവരുത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ജെൻഡർ റോൾസ് നോക്കണ്ട, ഇവിടെ മാനോ വുമണോ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ എത്ര ഹ്യൂമൻസ് ഉണ്ട്? നമ്മുടെ കയ്യിൽ 5 ആൾക്കാരുണ്ട്, 5 people ഉണ്ട്. ഓക്കെ, 5 people. 5 people നിന്ന് നമ്മളോട് പറഞ്ഞത് 3 people അല്ലെങ്കിൽ 3 personsനെ ഉണ്ടാക്കാൻ. ഓക്കെ, അത്രേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കിയാൽ 5ൽ നിന്ന് 3 people നമുക്ക് മതി. അപ്പോൾ എന്താണ് ആൻസർ? 5ൽ നിന്ന് 3 സെലക്ട് ചെയ്യണമെങ്കിൽ 5C3 കഴിഞ്ഞു. 5C3 ആണ് സെലക്ട് ചെയ്യുന്നത്. 5C3 എനിക്ക് സിമ്പിളായിട്ട് 5C2 ആണ്, വിച്ച് ഈസ് 5 × 4 ഡിവൈഡ് ബൈ 1 × 2. അപ്പോൾ എന്താണ് കിട്ടുക? ഇവിടെ 4ഉം 2ഉം കട്ടായി 5 × 2 10 ways. ആൻസർ 10 ways. ഇവിടെ ആണുങ്ങളോ പെണ്ണുങ്ങളോ എന്നുള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് 3 ആൾക്കാരെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ 10 ways ചെയ്യാൻ പറ്റും. 5ൽ നിന്ന് 3 ആൾക്കാർ സെലക്ട് ചെയ്യാൻ ആൻസർ കഴിഞ്ഞു. ഓക്കെ, റെഡി. അപ്പോൾ നമ്മൾ 4 മാർക്ക് തേർട്ടിയിൽ എത്തി. എനിക്ക് 1, 2, 3 ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ്, 3 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണ് ലൈക്ക് ചെയ്യുക ആൻഡ് പ്ലീസ് ലീവ് എ കമൻറ്റ്. അങ്ങനെയാണ് യൂട്യൂബ് തന്നെ കുറേ കുട്ടികൾക്ക് അയച്ചോളൂ. ആൻഡ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, കാരണം എക്സാമിൻ്റെ തലേന്ന് ഒരു 10 ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് കിട്ടുക. നമുക്ക് എല്ലാ ചാപ്റ്ററും 10 ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആലോചിച്ച് നോക്കുക, 14 ചാപ്റ്റർ 140 ക്വസ്റ്റ്യൻ. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബിഗ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ, ആ എക്സാം തലേന്നും കാണാൻ പറ്റും. 4 cards are drawn from a pack of 52 cards. പ്ലേയിങ് കാർഡ്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഇറ്റ് ബി ഡൺ? വളരെ സിമ്പിൾ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു കൺഫ്യൂഷനും ഇല്ല, നേരെ ചോദിക്കുന്ന എന്താണ്? 52 കാർഡിൻ്റെ 4 സെലക്ട് ചെയ്ത് എന്താ വരിക? 52C4. എൻ്റെ ബൈ ഹാർട്ടിങ് സ്കിൽസ് ഓർമ്മ ശരിയാണെങ്കിൽ 2,06,000, പണ്ട് ഓർമ്മ ഉണ്ടായിരുന്നു, എന്താണ് ഒരു 3,60,625, 325 അങ്ങനെ എന്തൊരു നമ്പർ. ഇപ്പോൾ പക്ഷേ വയസ്സായതുകൊണ്ടാന്ന് തോന്നുന്നു. 52C4 എന്ന് അടിച്ചാൽ മതി. അതിന് സാറിൻ്റെ കാൽക്കുലേറ്റർ C ഒക്കെ പോയോ? ഇതിൽ C പണ്ടേ ഉണ്ടായിരുന്നില്ല. 52 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 48 ഫാക്ടോറിയൽ. ഞാൻ ഫോർമുല അങ്ങ് ഉപയോഗിക്കുക. 2,70,725 കറക്റ്റാണ്. 2,70,725. ഓക്കെ, ഇനി ഇൻ ഹൗ മെനി ഓഫ് ദീസ് 4 കാർഡ്സ്? ഈ 4 കാർഡിൽ 2 റെഡും 2 ബ്ലാക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ കമ്മിറ്റി ഫോർമേഷൻ വല്ല ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട്, ഇത്ര ആണുങ്ങൾ അത്ര പെണ്ണുങ്ങൾ വേണമെന്ന് പറയുന്ന പോലെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 കാർഡ്സ് എടുക്കാം, ആരാണെന്ന് എനിക്ക് വിഷയമില്ല. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് 4 കാർഡ് എടുക്കണം, അതിൽ 2 ബ്ലാക്ക് 2 റെഡ് ആയിരിക്കണം. അപ്പോൾ ഞാനൊരു പെട്ടിയൊരു കോൺഫിഗറേഷൻ വരച്ചത്. ഓക്കെ, നമുക്ക് 4 കാർഡ് എടുക്കണം കേട്ടോ. 4 കാർഡ് എടുക്കണം, 2 റെഡ് 2 ബ്ലാക്ക്. ഓക്കെ, 2 ബ്ലാക്ക്. ശ്രദ്ധിക്കേണ്ടത് എത്ര റെഡ് ഉണ്ട് നമുക്ക് കയ്യിൽ. നമ്മുടെ കാർഡ്സ് നോക്കുകയാണ്, 52 കാർഡ്സിൽ വേഗം അതിൻ്റെ തീരുന്ന ക്രാഷ് എഴുതുക. 52 കാർഡ്സ് ആർ സ്പ്ലിറ്റ് ഇൻ ടു 2. 26 റെഡ് 26 ബ്ലാക്ക്. ഓക്കെ, ഈ റെഡിൽ 2 ഷേപ്പ് ഉണ്ട്, രണ്ടിനെ നമ്മൾ 2 സ്യൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, 2 സ്യൂട്ട് എന്ന് വിളിക്കും. ഞാൻ ഇവിടെ വൃത്തിയിൽ 26 റെഡ്. അപ്പോൾ എന്താ 13 ഡയമണ്ട്. ഓക്കെ, 13 ഹാർട്ട്. ആൻഡ് ഇവിടെ എന്താണ് 13 സ്പേഡ്, ഒരു ഇല പോലെ ഉണ്ടാവും. ആൻഡ് 13 ക്ലബ്ബ്. ഓക്കെ, പെട്ടെന്ന് വരച്ചിരുന്നതാണ്. ഇതാണ് സംഭവം. ഓക്കെ, ഇനി നമുക്ക് റെഡ് എത്ര ഉണ്ട് മക്കളെ? 26. അപ്പോൾ 26ൽ നിന്ന് നമുക്ക് എത്ര എണ്ണം വേണം ഈ ക്വസ്റ്റ്യനിൽ? C2. ആൻഡ് ഇവിടെ എന്താണ് വേണ്ടത്? എത്ര ബ്ലാക്ക് വേണം? 26ൽ നിന്ന് 2 എണ്ണം മതി. ഇനി നമ്മളോട് 4 എണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു, 2 എണ്ണം സെലക്ട് ചെയ്തുകൊണ്ട് കഴിയോ? 2 എണ്ണം സെലക്ട് ചെയ്യുന്നതോട് കഴിയോ? ഇല്ല. ഈ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുന്ന സോ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. സോ ദി ആൻസർ ഇസ്, ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താ? 26C2ൻ്റെ സ്ക്വയർ. 26C2 × 26C2. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കാൽക്കുലേറ്റർ വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 26 × 25, ഞാൻ എൻ്റെ സിമ്പിൾ ഫോർമുലയ്ക്ക് ഉപയോഗിക്കുന്നത് 26 × 25 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതാണ് ഡിവൈഡഡ് ബൈ 2, സോറി. അപ്പോൾ ഡിവൈഡഡ് ബൈ 2, അപ്പോൾ എത്രയോ 325. 325 × 325 ആണ് വരിക. 325 ആണ് 26C2 സ്ക്വയർ വരിക. ഓക്കെ, 10
1,05,625. മക്കൾ എന്തിനും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചാറ്റിൽ കമൻസിൽ അറിയിക്കണം. ഓക്കെ, പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ലോജിക്ക് മനസ്സിലാക്കുക. ഇതൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ്, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻ വരുന്നുണ്ട്. ഓക്കെ, ഇത് നോക്കിയാൽ NC2 = NC8, ഫൈൻഡ് n. വളരെ സിമ്പിൾ. n കണ്ടുപിടിക്കണം, താഴത്തെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് n. n എന്ന് പറയുമ്പോൾ 2 + 8 എത്രയാ? n = 2 + 8 10. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് രസകരമായ ക്വസ്റ്റ്യൻ. കണ്ടാൽ പേടിയാവും, പക്ഷേ സിമ്പിളാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അതിന് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലകൾ. NCR എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. മിസ്സേ കാൽക്കുലേറ്റർ കയ്യിലുണ്ട്, അപ്പോൾ ഇത് പഠിക്കണം. ഓക്കെ, ഞാൻ എന്തിനാ മിസ്സേ പറഞ്ഞത് എനിക്കറിയില്ല, പക്ഷേ മനസ്സിലായല്ലോ. NPR എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ദ ഹോൾ ഫാക്ടോറിയൽ. പഠിച്ചിരിക്കണം. നിങ്ങളൊരു A+ മേടിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ പഠിച്ചിരിക്കണം. A മേടിക്കണമെങ്കിലും പഠിച്ചിരിക്കണം, B മേടിക്കണം പഠിക്കണം. അതിൻ്റെ താഴേക്കാണെങ്കിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നോക്കിയാൽ NCR NPR തമ്മിൽ ബന്ധം എന്താണ്? വളരെ സിമ്പിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കിയാൽ ഇവിടെ ഒരു R ഫാക്ടോറിയലിൻ്റെ കുറവുള്ളൂ. ഓക്കെ, നോക്കിയാൽ ഈ R ഫാക്ടോറിയലിൻ്റെ കുറവുള്ളൂ. അപ്പോൾ NCR × R ഫാക്ടോറിയൽ നമുക്ക് ഇവൻ കിട്ടും. ഓക്കെ, അപ്പം NPR = NCR × R ഫാക്ടോറിയൽ. ഇതിനൊരു ലോജിക്കൽ കഥയും കൂടി ഞാൻ പറഞ്ഞുതരാം. NPR എന്ന് പറഞ്ഞാൽ സെലക്ട് ആൻഡ് അറേഞ്ച്. ഓക്കെ, സെലക്ട് ആൻഡ് അറേഞ്ച് ആണ് NPRൻ്റെ മീനിങ്. ഓക്കെ, കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെലക്ട് മാത്രമല്ല, ചൂസിങ് മാത്രം. ഇവിടെ എന്താണ്? R ഫാക്ടോറിയൽ. നമുക്കൊരു 10 ലെറ്റേഴ്സ് ഉള്ള വേർഡ് ആണെങ്കിൽ നമ്മൾ 10 ഫാക്ടോറിയൽ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അറേഞ്ച്. അപ്പോൾ സെലക്ട് ആൻഡ് അറേഞ്ച്. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ NPR എന്ന് പറയുമ്പോൾ ചിലവർ R ഫാക്ടോറിയൽ ഇവിടെ വരുന്നതും പഠിക്കും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സൂക്ഷിച്ച് നോക്കുക. NP5 = 42 × NP3. ഓക്കെ, ശ്രദ്ധിക്കുക, NP3. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ ആ ഫോർമുല ഉപയോഗിക്കും. ഓക്കെ, NPRൻ്റെ ഈ ഫോർമുല ഉപയോഗിച്ച് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ NP5 എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 5 ദ ഹോൾ ഫാക്ടോറിയൽ = 42 ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് 3. n മൈനസ് 6 അല്ല, n മൈനസ് 3 ദ ഹോൾ ഫാക്ടോറിയൽ. ഓക്കെ, രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യുക. n ഫാക്ടോറിയൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി n മൈനസ് 3 ദ ഹോൾ ഫാക്ടോറിയൽ ഇങ്ങോട്ടേക്ക് ഇടാം. അപ്പോൾ എന്താ കിട്ടാം? n മൈനസ് 3 ദ ഹോൾ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് 5 ദ ഹോൾ ഫാക്ടോറിയൽ = 42. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഒരു സിമ്പിൾ ലോജിക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ലോജിക്ക്? മക്കൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ, ഫോർ എക്സാമ്പിൾ 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? മേലുള്ളത് വലിയ നമ്പർ അല്ലേ, അപ്പോൾ നമുക്ക് താഴെയുള്ള നമ്പർ ആയിട്ട് എഴുതാൻ പറ്റും. വിച്ച് ഈസ് 7 ഫാക്ടോറിയൽ നമുക്ക് 5 ഫാക്ടോറിയൽ × 6 × 7 എഴുതാം അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ 7 × 6 × 5 ഫാക്ടോറിയൽ എഴുതാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ലോജിക്ക് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതേപോലെ തന്നെ n മൈനസ് 3 ഫാക്ടോറിയൽ. ഇവിടെ n എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ നമുക്ക് 10 ആണെന്ന് വെച്ചാൽ 10 മൈനസ് 3 എത്രയാണ്? 7 ഫാക്ടോറിയൽ ബൈ n മൈനസ് 5. 10 മൈനസ് 5 എത്ര? 5 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് 7 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയലായിട്ട് കാണിക്കാൻ പറ്റുമല്ലോ. ഇവരാണ് വലിയ നമ്പർ n മൈനസ് 3. എന്നിൽ നിന്ന് കുറച്ച് മതി. n മൈനസ് 5 എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് 5 കുറയ്ക്കണം, വളരെ ചെറിയ നമ്പർ. അപ്പം ഇവനെ നമുക്ക് ഇതിൻ്റെ രീതിയിൽ എങ്ങനെ കാണിക്കാൻ പറ്റാം? ഇത്രയുള്ള സംഭവം. അതിന് വേണ്ടിയിട്ട് ഈ ട്രിക്ക് ഒന്ന് ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും കേട്ടോ. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n × n മൈനസ് 1 × n മൈനസ് 2 × n മൈനസ് 3. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ × 1. ഓക്കെ, അതേ സെയിം സാധനം നമുക്ക് ഇങ്ങനെ എഴുതാം. n ഫാക്ടോറിയൽ = n × n മൈനസ് 1 ഫാക്ടോറിയൽ. അതേ സാധനം നമുക്ക് വേറെ രീതിയിൽ n ഫാക്ടോറിയൽ = n × n മൈനസ് 1 × n മൈനസ് 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ബേസിക്കലി ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n പിന്നെ n മൈനസ് 1 എന്ന് ബാക്കിലേക്കുള്ള നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ, ഇത് മൊത്തം മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പം വേണമെങ്കിൽ ഈ സാധനം ഓക്കെ, ഇതാണിത്. ഓക്കെ, ആ സംഭവം മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനത്തെ ഒരു ട്രിക്ക് ഉണ്ട്, ലോജിക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വരും. ഇവിടെ ശ്രദ്ധിച്ചോ കേട്ടോ. n മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n മൈനസ് 3 അതിന് തൊട്ട് മൈനസ് 1 എത്ര? തൊട്ട് മുന്നത്തെ നമ്പർ എന്താ? n മൈനസ് 4. ഓക്കെ, ഒന്നുകൂടി കുറച്ച് n മൈനസ് 5. അവിടെ വരെ മതി. ഫാക്ടോറിയൽ എഴുതുക. ഡിവൈഡഡ് ബൈ n മൈനസ് 5 ദ ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ എന്താ 42 ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി. n മൈനസ് 5 ഫാക്ടോറിയൽ കട്ട് ചെയ്യാം. ഓക്കെ, ഈ n മൈനസ് 3 × n മൈനസ് 4 = 42. എന്താണ് ആൻസർ? n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. n മൈനസ് 3 n മൈനസ് 4 അടുത്തടുത്തുള്ള നമ്പറാണ്. n എന്ന് പറഞ്ഞ നമ്പർ അടുത്താണെങ്കിൽ n മൈനസ് 3 n മൈനസ് 4 അടുത്താണ്. അപ്പം 42ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് ആലോചിച്ചു. 42 ഇങ്ങനെയൊക്കെ കിട്ടും നമുക്ക്. 1 × 42 കിട്ടും. ഓക്കെ,
2 into 21 കിട്ടും, 3 into 14 കിട്ടും, 3 into 13, 3 into 14 കിട്ടും. ഓക്കെ, പിന്നെ എന്താണ് ഇതൊന്നും അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ല. 4 into വരില്ല, 5 into വരില്ല, 6 into 7, 6 into 7 അതോടെ കഴിഞ്ഞു. 6 into 7 വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇതൊന്നും അടുത്തല്ല. അപ്പോൾ നമുക്ക് 6 into 7, യെസ് 6 into 7. ഇനി n-3 ആണോ 6, n-4 ആണോ 7? ഏതാണ് വരിക? സി n-3 ആണ് ചെറിയ നമ്പർ, ഓക്കെ വലിയ നമ്പർ, സോറി എന്നിൽ നിന്ന് 3 കുറഞ്ഞു, അപ്പോൾ ഇത് വലിയ നമ്പർ. 7 into n-4 എന്താ? ചെറിയ നമ്പർ. അപ്പോൾ 7 into 6 എത്രയാണ്? 42 അല്ലേ? അപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഞാൻ കളർ ചെയ്ത് കാണിച്ചാൽ ഇത് നോക്കിയാൽ n-3 എന്ന് പറയുന്നത് ഇത് ഗസ് വർക്ക് കേട്ടോ. അത് നിങ്ങൾ വെറുതെ ഓവർ കോംപ്ലിക്കേഷൻ ആക്കാതിരിക്കണം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചൊക്കെ സോൾവ് ചെയ്യാം, പക്ഷേ വെറുതെ പണിയാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടി? നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയല്ലേ 7 or 6 എഴുതി വെക്കരുത് കേട്ടോ. നമുക്ക് ആൻസർ എന്താണ് വേണ്ടത്? നമുക്ക് n-3 is equal to 7, n is equal to 10. നിങ്ങളല്ലെങ്കിൽ n-4 is equal to 6 എഴുതി n is equal to 10 കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം വെറുതെ ഗസ് ചെയ്ത നമ്പർ തന്നെ 10 തന്നെയാണ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കണം. ഇതിന് ഞാൻ NCR ഫോർമുല പഠിപ്പിച്ചു, NPR ഫോർമുല പഠിച്ചു, NPR NCR തമ്മിലുള്ള ഫോർമുല പഠിച്ചു, അതേപോലെ n ഫാക്ടർ ഓഫ് ദ ലോജിക്, n-1 ഫാക്ടർ ഓഫ് ദ ലോജിക് ഈ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു. അതോടെ 4 മാർക്കിൽ ഞാൻ നിങ്ങൾക്ക് 10-15 മാർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചാൽ റൈറ്റ് ദ വാല്യൂ ഓഫ് NCB. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല NCB എന്ന് പറഞ്ഞാൽ എത്രയാണ്? NCB എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ? ലെറ്റർ മാറ്റിയെന്നുള്ളൂ. ഓക്കെ, n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n-r വരെ n-b ദ ഫാക്ടോറിയൽ ഇൻറ്റു b ഫാക്ടോറിയൽ. ഓക്കെ, ഇങ്ങനെ എഴുതണം. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് 3 girls 5 boys. ഓക്കെ, ഇവിടെയാണ് രസകരമായ കാര്യം. ഇവിടെ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, വളരെ ഈസി അടിച്ചത്. ഓക്കെ, ഇത് A question, ഇത് B question. ഓക്കെ, a group consists of 3 girls and 5 boys. 3 girls and 5 boys ഉണ്ട്. In how many ways can member of 4 ആണ് വേണ്ടത്? അപ്പോൾ ടോട്ടൽ കിട്ടിയിട്ടുണ്ട് 4. ഓക്കെ, ക്യാൻ ബി സെലക്റ്റഡ് if first condition no girl, second condition at least 2 girls, മിനിമം. അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? മിനിമം. ഓക്കെ, അപ്പോൾ മോർ ദാൻ 2 അല്ലെങ്കിൽ മോർ ദാൻ 2. ഓക്കെ, മിനിമം 2 girls ആണ്. സോ ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു, 2 സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം ആൻസർ ചെയ്ത് ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കുക, മൊത്തമായിട്ട് ആൻസർ ചെയ്ത് നോക്കുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് വരാമെന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ കയ്യിൽ 3 ഗേൾസും 3 ബോയ്സും നോക്കി ഇത് എഴുതിക്കോ. നമുക്ക് എഴുതാം 3 ഗേൾസ്. ഓക്കെ, 3 ഗേൾസ് ഉണ്ട്, 5 ബോയ്സ് ഉണ്ട്. ഓക്കെ, ഒരു കുഞ്ഞ് ടേബിൾ ഇവിടെ ഉണ്ടാക്കാം. ഞാൻ ഫസ്റ്റ് എൻ്റെ കണ്ടീഷൻ എന്താണ് പറയുന്നത്? 4 members വേണം. 4 members, ടോട്ടൽ 4 members വേണം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ നോക്കാണ്ട് എല്ലാം എഴുതിക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 0 ഗേൾസും 4 ബോയ്സ് കൊടുക്കും. 4 ആൾക്കാരെ വേണ്ടത്. 0 girls 4 boys, 1 girl 3 boy, 1 girl 3 boy. ഓക്കെ, 2 girl. ഓക്കെ, കുറച്ചുകൂടെ സ്ഥലം എടുത്ത് എഴുതാം. 1 girl 3 boy. ഇപ്പോൾ 2 girl 1 boy. ഓക്കെ, അല്ല 2 girl 2 boys. ഓക്കെ, ആൻഡ് എന്താണ്? 3 girl 1 boy. ഓക്കെ, ഇനി ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറ്റുമോ? സർ ഗേൾസിന് എണ്ണം കൂട്ടി 4 ആയിക്കോ, ഇവിടെ 0 ആയിക്കോ? പറ്റൂല. കയ്യിൽ 3 girls ഉള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ 3 girls തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്രയും ടൈപ്പുകളെ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ചോദിച്ചാൽ നോ ഗേൾ എന്ന് പറയുമ്പോൾ ഇതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോ ഗേൾ. ഓക്കെ, ഇത് ആൻസർ. ഇത് കിട്ടുന്നതിൻ്റെ ആൻസറാണ് നമുക്ക് നോ ഗേളുടെ വേണ്ടത്. അറ്റ്ലീസ്റ്റ് 2 girls എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ 0 girls 1 girl, അത് രണ്ടും പറ്റൂല. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാലാണ് നമുക്ക് 2 girls 3 girls അറ്റ്ലീസ്റ്റ് 2 girls കിട്ടുക. അപ്പോൾ എല്ലാം ചെയ്യാണെന്നല്ല, അവസാനം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നോ ഗേൾസിനെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിയാൽ 3 ഗേൾസിന് 0 ഗേളിനെ സെലക്ട് ചെയ്യാം, 5 ബോയ്സിന് 4 ബോയ്സിനെ സെലക്ട് ചെയ്യാം. വിച്ച് മീൻസ് ഇവിടെ നോക്കി എങ്ങനെ വരിക? 3C0, 3 ഗേൾസിൽ നിന്ന് 0 ഗേൾസിനെ സെലക്ട് ചെയ്യാം, 5 ബോയ്സിൽ നിന്ന് 4നെ സെലക്ട് ചെയ്യാം. ഓക്കെ, 5C4. ഓക്കെ, ഇനി 5ൽ നിന്ന് 4 സെലക്ട് ചെയ്യാം. ഇത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, കാരണം രണ്ടാളും ബോയ്സിനെയും ഗേൾസിനെയും സെലക്ട് ചെയ്താലേ കിട്ടുക. അപ്പോൾ എന്താണ് കിട്ടുക? 3C0 1 ആണ്, NC0 1 ആണ് ഞാൻ പഠിപ്പിച്ചു. 5C4 എന്ന് പറഞ്ഞാൽ 5C1 ആയിട്ട് ഈക്വൽ, വിച്ച് ഇസ് 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ ഗേൾസ് എന്ന് പറയുന്നത് 5 ways ആണ്, 5 എത്താണ്. ഓക്കെ, ഇനി അറ്റ്ലീസ്റ്റ് 2 girls. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇത് രണ്ടും കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അത് രണ്ടും കണ്ടുപിടിക്കാം. സോ ഇവിടെ എന്താണ് വരിക ആൻസർ? നോക്കിയേ, 3ൽ നിന്ന് 2 ചൂസ് ചെയ്യുക, വിച്ച് ഇസ് 3C2. അതേപോലെ 5ൽ നിന്ന് 2 ചൂസ് ചെയ്യുക, വിച്ച് ഇസ് 5C2. മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുള്ള കാര്യം മാർക്കരുത്. ഓക്കെ, സോ ആൻസർ 3C2 എന്ന് പറഞ്ഞാൽ 3C1 ആയിട്ട് ഈക്വൽ, വിച്ച് ഇസ് 3. 5C2 എന്ന് പറഞ്ഞാൽ 5 × 4 10 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡ് ബൈ 2 10. അപ്പോൾ 3 × 10 ആൻസർ എത്ര? 30. ആൻസർ കഴിഞ്ഞിട്ടില്ല. ഇത് 2 girls 2 boys. ഇനി നമുക്ക് 3 girls 2 boys കൂടി പറ്റും, കാരണം നമ്മുടെ ഫൈനൽ ആൻസർ ഇവിടെ ഞാൻ എഴുതി തരാം. ഒരു പിങ്ക് കളർ എടുക്കാം. ഇതാണ് അറ്റ്ലീസ്റ്റ് 2 girls. ഓക്കെ, അറ്റ്ലീസ്റ്റ് 2 girls ആണ്. ഇത് രണ്ടും കൂടി ആഡാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ 3 girls നിന്ന് 3 സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ 3C3,
ഓക്കെ 3C3 ആൻഡ് 5ൽ നിന്ന് ഒരെണ്ണം ആൾക്കാരെ 5 ബോയ്സിൽ നിന്ന് ഒരാൾ സെലക്ട് ചെയ്യുക വിച്ച് ഇസ് 5C1 multiplication. So the answer is 3C3 is 1, 5C1 is 5. So answer is 5. ഇന്ന് നോക്കിയാൽ ഇത് രണ്ടും ആഡ് ചെയ്യണം. ഓക്കെ നമുക്ക് വേണ്ടത് ഇത് രണ്ടും ടോട്ടൽ ചെയ്യണം. ഓക്കെ ഇവനെയും ടോട്ടൽ ചെയ്യണം. അത് രണ്ടും കൂടി ചോദിച്ചത്. ഓക്കെ അപ്പോൾ ആൻസർ എന്താ വരിക? നമുക്ക് 35 ways ആണ്. അറ്റ്ലീസ്റ്റ് 2 ഗേൾസ്. ഓക്കെ 35 ways. ഓക്കെ ഇനി ഇങ്ങനെ ഒരു ടേബിൾ വരച്ച് നിങ്ങൾക്ക് ചെയ്താൽ ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല. നമ്മൾ ഇവനെ കണ്ടുപിടിച്ചില്ല, കാരണം ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഓക്കെ അത്രയുള്ള സംഭവം. ഇനി നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇത്രയുള്ള ഹോംവർക്ക് വളരെ സിമ്പിൾ. ഇതാ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. NC7 is equal to NC10. ഫൈൻഡ് NC16. ഓക്കെ ഇത് എല്ലാവരും കമൻറ്റ് ചെയ്യുക ആൻസർ. ഓക്കെ അതോടെ നമ്മൾ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു.